യഥാർത്ഥത്തിൽ ഈ സെൻസസ് വലിയ അപകടം പിടിച്ച ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ പണ്ട് ആദ്യകാലം ഘട്ടങ്ങളിൽ ഈ സെൻസസിൽ 14-15 ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ 40 ചോദ്യങ്ങളിലേറെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു കാസ്റ്റ് സെൻസസ് ആണെന്ന് പറയുന്നു. പക്ഷെ അതേസമയം തന്നെ കാസ്റ്റുകളുടെ പേരൊന്നും സജസ്റ്റ് ചെയ്യാതെ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നോക്ക ജാതികളുടെ ലിസ്റ്റുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ലിസ്റ്റുണ്ട്, കേന്ദ്രത്തിന് ലിസ്റ്റുണ്ട്, ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിന് പകരം അത് ഓപ്പൺ എൻഡ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇക്കാര്യത്തിലുണ്ട്. മറ്റൊരു അപകടം പിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സെൻസസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ പോലും നിങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൊബൈലുണ്ടോ, ആധാറുണ്ടോ, പാസ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇത് ശേഖരിക്കുകയാണ്. ഇത്രയും വലിയൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ഡേറ്റ ശേഖരിച്ച് മാത്രമല്ല ആധാർ വിവരങ്ങൾ പോലും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നൊരു രാജ്യമാണിത്. അവിടെയാണ് നമ്മുടെ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെൻസസിനെ മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു. അതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ മറവിൽ ഈ പറയുന്ന മതം അതുകൂടി കൊണ്ടുവന്നിട്ട് ഒരു ഒളിവിൽ ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ സംവിധാനം കൂടി നടപ്പിലാക്കുകയാണ്. മൊത്തത്തിൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ പ്രശ്നം ഉൾപ്പെടെ ഈ സെൻസസിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളുടെ എണ്ണം ഉൾപ്പെടെ ഈ കാസ്റ്റ് സെൻസസ് ആയി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഉൾപ്പെടെ നമ്മുടെ സ്വകാര്യതയിലേക്ക് കയറുന്ന വിഷയം ഉൾപ്പെടെ നിരവധി ഉത്കണ്ഠാജനകമായിട്ടുള്ള വശങ്ങൾ ഈ സെൻസസിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ന്യായമായ ഉള്ളടക്കങ്ങൾ പോലും ആരുടെയൊക്കെ പ്രേരണ കൊണ്ട് പിൻവലിക്കപ്പെടുന്നു, ഇല്ലാതാക്കുന്നു. അതിനർത്ഥം നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നമുക്കില്ല എന്നുള്ളതാണ്. നമുക്ക് അധികാരമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ ആരുടെ വേണമെങ്കിലും ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്ര പോസ്റ്റ് വെച്ച് ഇവിടെ ഡൽഹിയിൽ നീക്കം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇന്ന് നമ്മൾ വാർത്തകളും വിശകലനങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മീഡിയ ഒരു വിനിമയം പോലും സാമൂഹ്യ മാധ്യമങ്ങളെ മുൻനിർത്തിയാണ്. ഈ ലെഗസി മാധ്യമങ്ങൾ പോലും അവരുടെ ഒരു വലിയ അളവ് വരെ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിൻബലത്തിലാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ ഒരു സെൻസർഷിപ്പ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ആശാസ്യമല്ല. അത് ജനാധിപത്യ പ്രക്രിയയെ പിന്നോട്ട് നയിക്കുന്നൊരു ഘടകമാണ്.